വെൽക്കം ടു എജുബോട്ട്. അപ്പോൾ മക്കളെ, നമുക്ക് ഈ ഓണം എക്സാമിന് സോഷ്യോളജിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? ആർ യു റെഡി? അപ്പോൾ നിങ്ങൾ കരുതും എങ്ങനെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ നോട്ട്സ് നമുക്ക് കിട്ടും. നിങ്ങൾ എപ്പോഴുള്ള ഡൗട്ടാണ് ഈ നോട്ട്സ് എങ്ങനെയാണ് കിട്ടാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. മാത്രമല്ല നോട്ട്സ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? PYQ, അതുപോലെ ചാപ്റ്റർ സമ്മറി, മാത്രമല്ല നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ദെൻ മൈക്രോ ബിറ്റ് വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മൈക്രോ ബിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബിറ്റ് വെക്കാനല്ല, അത് ഓർക്കണം. പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് വരെ എങ്ങനെ പഠിക്കാൻ പറ്റും? മൈക്രോ ബിറ്റിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. യെസ്, കം ഓൺ. യെസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ കോമൺ സെൻസ് നോളജും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സാമാന്യബോധജ്ഞാനവും സാമൂഹ്യ സങ്കല്പവും തമ്മിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നിങ്ങൾ +1 നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. മാത്രമല്ല നമുക്ക് എന്താണ് ഇത് നിങ്ങൾക്ക് വീണ്ടും പഠിക്കേണ്ടി വരില്ല. ഒരു വർഷം മുഴുവനും നിങ്ങൾക്കറിയാം എന്താണ് കോമൺ സെൻസ് നോളജ്, ആരാ കൊണ്ടുവന്ന വ്യക്തി, ആരാണെന്ന് കമന്റിലൂടെ അറിയിച്ച വ്യക്തിയുടെ പേര് യെസ്, അത് മാത്രമല്ല കോമൺ സെൻസ് നോളജ്. അപ്പോൾ നമ്മൾ ഇതൊരു എസ്സേ ടൈപ്പ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താ കോമൺ സെൻസ് നോളജ് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ നാച്ചുറൽ അല്ലെ, ഒരു വ്യക്തിയുടെ നാച്ചുറലായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വരുന്ന ആശയങ്ങളാണ് എന്ത് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തല്ല അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫോ ഒന്നും അതിനാവശ്യമില്ല. നാച്ചുറലായിട്ട് ഒരു മനുഷ്യന് വരേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല എന്തുവാണത്? ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഒപ്പീനിയൻസും ആയിരിക്കും. എന്നാൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അങ്ങനെയാണോ? നാച്ചുറൽ ആണോ? അല്ല, അതിനെന്തുണ്ട്? സയൻറ്റിഫിക് സ്റ്റഡി, നമുക്ക് അതിനുള്ള സയൻറ്റിഫിക് വേ ഓഫ് തിങ്കിങ് അബൌട്ട് സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ സയൻറ്റിഫിക്കൽ നമ്മളത് ചിന്തിക്കണം. മാത്രമല്ല അതിൽ നമ്മൾ എന്തും കൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ പേഴ്സണൽ പ്രോബ്ലംസും അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ തമ്മിൽ അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് പറയുന്നത്. നമ്മുടെ ഡെമോഗ്രാഫിക് തിയറി അല്ലേ, തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ദെൻ എന്താണ്? ദ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് മാർക്ക് ഷുവർ ചെയ്യണ്ടേ? അറിയാലോ, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി ആരാണ്? അതുപോലെ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ പേര് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ, മാൽത്തൂസിയൻ കൊണ്ടുവന്ന തിയറി ആണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എസ്സേ പ്രതീക്ഷിക്കാം. അപ്പോൾ അറിയാലോ നമ്മുടെ തിയറി ആരെ കൊണ്ടുവന്നെന്നുള്ളത്? യെസ്, ബാരം തോംസൺ ആണല്ലേ. 1929 അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേജസ് അല്ലെ, 3 സ്റ്റേജസ് അദ്ദേഹം വിവരിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിലൊക്കെ ഉണ്ടാകുന്ന ഹൈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മാൽത്തൂസിയൻ തിയറി അദ്ദേഹം പറയുന്നുണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ജിയോമെട്രിക്കൽ പ്രോഗ്രഷനിലാണ് ഉണ്ടാകുന്നത്. എങ്കിൽ നമ്മുടെ അഗ്രേറിയൻ ഗ്രോത്ത് എങ്ങനെയാണ്? പ്രൊഡക്ഷൻ എങ്ങനെയാണ്? അരിതമെറ്റിക് പ്രോഗ്രഷനിലും ആണ് അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ എസ്സേയിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അതിന് കൂടെ തന്നെ മാൽത്തൂസ് പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു കൺട്രോളിങ് ദ പോപ്പുലേഷൻ ഗ്രോത്ത്, എങ്ങനെ നമുക്ക് നമ്മുടെ ഈ പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തോളൂ, നന്നായിട്ട് പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എസ്സേ ചോദിക്കും. ഓക്കെ അല്ലേ? സെറ്റല്ലേ മക്കളെ? യെസ്, നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? വാട്ട് ഈസ് ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലേ? ഗോത്ര സമുദായങ്ങൾ എന്നാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നുള്ളത്. പക്ഷെ അത് എസ്സേക്ക് നമ്മൾ എങ്ങനെ എഴുതും? ആലോചിക്കണം. 80 മാർക്കിൻ്റെ പേപ്പറാണ് നമ്മളുടേത് സോഷ്യോളജി. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. നമുക്ക് A, B ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ എൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം?
എന്താണോ ചോദിച്ചത് നിങ്ങൾ അതേപോലെ എഴുതണം. പിന്നെ ബി ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാന്, ഈ ബി എന്താണോ ചോദിച്ച് അതിൻ്റെ ആൻസർ എഴുതാന്. അല്ലാതെ എയും ബിയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചൊരു ഖണ്ഡികയായിട്ട് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തോളൂ, നോക്കിക്കോളൂ, ഇതുപോലെ ഓരോ പാരഗ്രാഫ് ആക്കിയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ് ആക്കിയിട്ട് വേണം എസ്സേ ടൈപ്പ് ആൻസേഴ്സ് എഴുതുവാൻ. ഓക്കെ, അപ്പൊ എന്താണ് what is tribal communities? Then B എന്താണ് classified and explain the tribal communities basis of the permanent and acquired rights. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ആൻസേഴ്സിൽ എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റി നമുക്ക് ഇതുപോലെ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണം, അവരുടെ പെർമനന്റ് റൈറ്റ്സുകളെ, സ്ഥിരമായ ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്, ദെൻ ബേസ്ഡ് ഓൺ റീജിയൻ്റെ ബേസിൽ കൊടുക്കാം. ദെൻ അവരുടെ എന്താണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഏതൊക്കെ മേഖലയിലാണ് അവരുടെ എത്ര പെർസെൻറ്റേജ് ട്രൈബൽസ് ആണ് ഉള്ളത്. മിഡിൽ ഇന്ത്യയിൽ എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്, 85% ഓഫ് ട്രൈബൽസ് വരുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റേറ്റുകളുടെ നെയിമൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ എന്താകും, നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ എത്ര പെർസെൻറ്റേജ് ആണ്, 11% ആണ്. ദെൻ അതുപോലെ തന്നെ ഏതൊക്കെയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ, അരുണാചൽ, നാഗാലാൻഡ് 60% to 95% ഓഫ് പീപ്പിൾസ് ട്രൈബൽസ് ആണ്. ഏതൊക്കെയാണ്, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഈ സ്റ്റേറ്റുകളുടെ നെയിമൊക്കെ നിങ്ങളിങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ മാർക്ക് ഇങ്ങനെ വന്ന് വീഴും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കൊടുക്കുക, എന്ത് കൊടുക്കുക, ബേസ്ഡ് ഓൺ ലാംഗ്വേജ് ഫോർ ഗ്രൂപ്പ്സ് അല്ലേ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ മറ്റൊന്നാണ് അക്യൂർഡ് റൈറ്റ്സ്, 6 ചെയ്ത സവിശേഷതകൾ. അപ്പോൾ നമുക്ക് ഇത് നമുക്കിങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസർ ഫുൾ സ്കോർ ചെയ്യാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോമഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോമഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷൻ അല്ലെ, വസ്തുവൽക്കരണം ഉപഭോഗവും. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, പഠിച്ചു വെച്ചോളൂ, എന്തായാലും ചോദിക്കും. എന്താ കോമഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷൻ അല്ലേ? നമുക്കറിയാം മുൻപ് വിപണിയിൽ കച്ചവടം ചെയ്യാത്ത വസ്തുക്കളൊക്കെ ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വാട്ടർ ബോട്ടിൽ, കുപ്പിവെള്ളങ്ങൾ, അതുപോലെ തന്നെ അവയവദാനങ്ങളൊക്കെ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ എന്താണ് കൺസപ്ഷൻ, എന്താണ് ഉപഭോഗം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ നമ്മൾ എഴുതണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റൈസേഷൻ അല്ലേ. മാർക്കറ്റൈസേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ. കമ്പോളവൽക്കരണം എന്തായാലും ചോദിക്കാതിരിക്കില്ല. ദെൻ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് മാർക്കറ്റൈസേഷൻ ഇൻ ഇക്കോണമി. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലെ മാർക്കറ്റൈസേഷനിലെ ലിബറലൈസേഷനിലെ ഇമ്പാക്റ്റ് എന്താണെന്ന്, അപ്പോൾ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്തോളൂ, നന്നായിട്ട് പഠിച്ചിട്ടുള്ള നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എസ്സേ ഷുവറായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എന്താ മാർക്കറ്റൈസേഷൻ നമ്മൾ ഒരു ഇൻട്രോ പോലെ നമ്മൾ കൊടുക്കണം. എന്താണ് മാർക്കറ്റൈസേഷൻ, എന്താണെന്ന് അറിയാത്തവരുണ്ടോ? ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്താണ് വിപണി ഉപയോഗിച്ച് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെയാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. ദെൻ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക, വ്യവസായങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമ്പോളൈസേഷൻ്റെ ഫീച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്, രാജ്യത്ത് വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൊതു കമ്പനികളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നു അല്ലെ, വേതനങ്ങൾക്കും വിലകൾക്കും മേലുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതൊക്കെ എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്ത് ചെയ്യുക, ആൻസേഴ്സ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതിന് കൂടെ തന്നെ എന്തും വേണം, യെസ്, പോസിറ്റീവ് ചേഞ്ചസ് ടു ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ്റെ വരവോടെ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ് എന്തൊക്കെയാവും. പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ എന്തും കൂടെ ഉണ്ടാകും കൂടെ, യെസ്,
നെഗറ്റീവ് ചേഞ്ചസും ഉണ്ടാകും അല്ലേ. അപ്പം അതുപോലെ തന്നെ നെഗറ്റീവ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഇതൊക്കെ നമുക്ക് നമ്മുടെ എസ്സേ ടൈപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാകും ഇതൊക്കെ എങ്ങനെ കിട്ടും, ഇന്നിങ്ങനെ ഫുൾ അടിപൊളിയായിട്ട് എല്ലാ എസ്സേസും ഉണ്ട്, അതിൻ്റെ ആൻസറും കൂടെ ഉണ്ട്, എങ്ങനെ കിട്ടും ആലോചിക്കുന്നവരുണ്ടോ? ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്തായാലും പഠിച്ചു വെച്ചോളൂ. നമ്മുടെ എസ്സേക്ക് ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് അല്ലെ. സാമൂഹിക അസമത്വവും അതുപോലെ തന്നെ സാമൂഹിക വർഗീകരണം. അപ്പം നമുക്കറിയാം എന്താണ് സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് നമുക്കറിയാം. അറിയാത്തവരുണ്ടോ നിങ്ങളിൽ ആരെങ്കിലും? ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സോഷ്യൽ ഇനീക്വാളിറ്റി നമുക്ക് ചിലപ്പോൾ ഒരു 2, 3, 4 ലൈനിൽ മാത്രം എഴുതാണെന്ന് നമുക്ക് അറിയുണ്ടാവുള്ളൂ. പക്ഷെ എസ്സേക്ക് അത് മതിയോ? അത് പറ്റില്ല. ഇനിയും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ആയിട്ട് എഴുതണം. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് എഴുതേണ്ടി വരും. ഇനി സോഷ്യൽ ഇനീക്വാളിറ്റി എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എന്താണ് inequality? Social inequality refers to the uneven distribution of resources, opportunities and privileges among individuals or group in a society. അല്ലേ? യെസ്, അത്രയേ ഉള്ളൂ. സാമൂഹിക അസമത്വം എന്താണ്? ഒരു സമൂഹത്തിലെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോ ഇടയിൽ വിഭവങ്ങളോ അല്ലെങ്കിൽ അവസരങ്ങളോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവകാശങ്ങളോ എന്നിവയുടെ വിതരണത്തിൽ എന്തെങ്കിലും അസമമായത് നടക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ എന്തുണ്ടെന്ന് പറയാൻ പറ്റും? സോഷ്യൽ ഇനീക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. എന്നാൽ സൈറ്റിലെ വിഭവങ്ങൾ എല്ലാ ജനങ്ങൾക്കും, ഇപ്പോൾ ആ വ്യക്തി ഏത് റേസ് ആയാലും റിലീജൻ ആയാലും കാസ്റ്റ് ആയാലും ഒന്നും നോക്കാതെ അവസരങ്ങളും അവകാശങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളും എല്ലാം ഒരുപോലെ തുല്യമായിട്ട് വീതിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇനീക്വാളിറ്റി ഉണ്ടാവുമോ? ഇല്ല. ആ സൈഡിൽ നമുക്ക് എന്തുണ്ട്? ഇക്വിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ലേ? എല്ലാവരും സമമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ മറ്റൊന്നാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലേ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? ഇസ് ദ structured ranking of individuals and groups into hierarchical layers based on factors like economic status, occupation, education or inherited position. അപ്പോൾ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ആളുകളുടെയോ ഇപ്പോൾ സാമ്പത്തിക നില അല്ലെങ്കിൽ തൊഴിൽ, വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യ സ്ഥാനം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഇത്തരം ആളുകളെ ശ്രേണിയായിട്ട് അല്ലെ, തട്ടായിട്ട് പാളികളാക്കിയിട്ടൊക്കെ റാങ്കിങ് സൈറ്റിൽ അവർ ഇന്ന ആളുകളായിട്ട് ഇങ്ങനെ റാങ്ക് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്താ പഠിച്ചു വെച്ചോളൂ. നമുക്ക് എസ്സേ ടൈപ്പ് എന്തായാലും ചോദിച്ചിരിക്കും, ഇത് ചോദിക്കും, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കും. ദെൻ അതുപോലെ നമുക്ക് ഇരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഈ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്നുള്ളത്? ഉണ്ടോ? കമലോട് അറിയിക്കുക ഉണ്ടോ എന്നുള്ളത്. അപ്പൊ സാമൂഹിക അസമത്വവും സാമൂഹിക വർഗീകരണവും തമ്മിലുള്ള ബന്ധം അല്ലേ. ദെൻ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. ദെൻ മറ്റൊന്നാണ് മോഡേൺ കോണ്ടെക്സ്റ്റ് അല്ലെ. ആധുനികപരമായിട്ട് ഇന്ന് ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതൊക്കെയാണ്. ഇൻ മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് മോസ്റ്റ്ലി class based, but inequalities persist in income, healthcare, education and political influence. ആധുനിക വ്യാവസായിക സമൂഹങ്ങളിലെ വർഗീകരണം പ്രധാനമായും എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഒന്ന് വർഗാധിഷ്ഠിതമാണ്. അതുപോലെ വരുമാനം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ സ്വാധീനം എന്നിവയിൽ അസമത്വങ്ങൾ
ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഇക്വിറ്റി ഉണ്ട്, എല്ലാവർക്കും നല്ല സമത്വത്തിലാണ് ഉള്ളതെന്ന് പറയാൻ പറ്റുമോ ഒന്ന് പറഞ്ഞേ പറ്റുമോ എന്നുള്ളത് കമലിലൂടെ അറിയിക്കാൻ പറ്റുമോ എന്നുള്ളത്. ദെൻ ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. എന്തായാലും ചോദിക്കും, നിങ്ങൾക്ക് വേസ്റ്റ് ആകില്ല. ഇതിൽ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസും എന്താണ്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്ന ഡൗട്ടുള്ള ആളുകൾ ഉണ്ടാകും. അയ്യോ ഇത്രയും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ, അതിനോട് വിത്ത് ആൻസേഴ്സും കൂടെയാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ എങ്ങനെ കിട്ടും? അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓണം എക്സാം വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഈ ഗ്രൂപ്പിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ആ ഗ്രൂപ്പിൻ്റെ ID നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഇത് വേസ്റ്റ് ആവില്ല. കാരണം അതിൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭ്യമാണ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലഭ്യമാണ്, ദെൻ മൈക്രോ ബിറ്റ് വരെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഏതൊരു ടോപ്പിക് ആണെങ്കിലും അത് എന്താണെന്ന് വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ മൈക്രോബിറ്റിൽ ലഭ്യമാണ്. ദെൻ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ സമ്മറി വരെ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല, നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ അല്ലേ? എന്താണ്, what are the dimension of untouchability? വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ് അൺടച്ചബിലിറ്റി അല്ലേ, തൊട്ടുകൂടായ്മ. ഈ തൊട്ടുകൂടായ്മ അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും മിസ്സേ എന്നൊരു ഡൗട്ട് ഉള്ളവരുണ്ടോ? അൺടച്ചബിലിറ്റിക്ക് അത്ര പ്രാധാന്യം അറിയിക്കുന്ന ടോപ്പിക്കാണോ? അത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുണ്ടോ? എസ്സേക്ക് ആയിട്ട് ഡൗട്ട് ഉള്ളവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, എന്തായാലും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അൺടച്ചബിലിറ്റി. അപ്പോൾ ഈ ഒരു വലിയ ടോപ്പിക്കാണ് അൺടച്ചബിലിറ്റി. സിമ്പിൾ അല്ല, നിസ്സാരമാക്കി കളയരുത്. എന്തായാലും ചോദിക്കും. എന്തായാലും നമ്മൾ അൺടച്ചബിലിറ്റി അല്ലേ, അസ്പൃശ്യത അല്ലെങ്കിൽ അയിത്തം, തൊട്ടുകൂടായ്മ ഒക്കെ നമുക്കതിനെ മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അൺടച്ചബിലിറ്റി എന്താണെന്നൊരു ഇൻട്രോ പോലെ കൊടുക്കുക. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി അല്ലേ, ദെൻ അൺടച്ചബിലിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അവർക്ക് എന്തില്ല, അവരുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തിരുന്നും അങ്ങോട്ട് മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. അവരുടെ സ്പർശനോ അല്ലെങ്കിൽ അവർ നോക്കുന്നത് പോലും അശുദ്ധമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നു. യെസ്, ഇതേപോലെ എന്താണ്, ഇവർക്ക് നിയന്ത്രണങ്ങൾ തെറ്റിക്കുന്നവർക്കും കഠിനമായ ശിക്ഷ അല്ലെ. ഇവർക്ക് എന്തുണ്ടായിരുന്നു, ഇവർ പോകേണ്ട വഴികളെ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആള് ഇവരുടെ നേരെ ഈ റോഡിലൂടെ വരികയാണെങ്കിൽ മുന്നേ സൗണ്ട് ഉണ്ടാക്കും വരുന്നുണ്ട് എന്ന്. ഇനി ആ സൗണ്ട് കേട്ടിട്ടും നമ്മൾ നേരെ വരികയാണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരുന്നു, വലിയ വലിയ ശിക്ഷകൾ വരെ വിധിച്ചിരുന്നു. ആ ഒരു പ്രധാനപ്പെട്ട ശിക്ഷയാണ് തീണ്ടപ്പാടക്കരം തുടങ്ങിയ ആചാരങ്ങളൊക്കെയായിരുന്നു അന്ന് നിലനിന്നത്. അശുദ്ധരായ വ്യക്തികളുടെ സാന്നിധ്യം മറ്റുള്ളവരെ അശുദ്ധരാക്കും എന്ന വിശ്വാസമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അന്നുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു, ഉയർന്ന ജാതിക്കാരനായ വ്യക്തി ഈ അൺടച്ചബിലിറ്റി പീപ്പിൾസിനെ കാണുകയാണെങ്കിൽ അവർ പോലും അശുദ്ധമായി പോകുമെന്നുള്ള വിശ്വാസങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്തിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല, വെള്ളം പൊതു കിണറുകൾ യൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ അവർക്ക് ഭക്ഷണം എങ്ങനെ കൊടുത്തിരുന്നേ, ഒരു കുഴി കുത്തിയിട്ട് ഇല വെച്ചിട്ട് അതിലാണ് അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. അത്രക്കും സമൂഹത്തിൽ നിന്ന് അവരെ ഒരു ഭാഗത്തോട്ട് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെ ജാതിക്കാർക്ക് വസ്ത്രം ധരിക്കുവാനോ തോൾമുണ്ടയിട്ട് നടക്കാനോ ഉള്ള അനുവാദം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. ദെൻ സ്ത്രീകൾക്ക് മാറ് മറക്കാനും അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ വസ്ത്രം ധരിക്കുവാനും അവരെ അനുവദിച്ചിരുന്നില്ല. മാറ് മറക്കാൻ പോയിട്ട് ഒരു നല്ല വസ്ത്രം പോലും അവരെ ധരിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതുപോലെ തലക്കെട്ട് ധരിക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ ചെരുപ്പ് ധരിക്കാനുള്ള
സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും നേരിട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇത് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം എന്ന് പറയുന്ന അത്രയോ കഠിനമായുള്ള ചൂഷണങ്ങളായിരുന്നു അന്ന് അവർ നേരിട്ടിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏതാണ്? അവിടെ മെഷർ ടേക്കൺ ബൈ ദ സ്റ്റേറ്റ് ആൻഡ് non-state organization against കാസ്റ്റ് ആൻഡ് ട്രൈബൽ ഡിസ്ക്രിമിനേഷന് എതിരെയായിട്ട് വന്നിട്ടുള്ള രാഷ്ട്രവും രാഷ്ട്രീയതര സംഘടനകൾ എടുത്ത നടപടികൾ. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഡ്രസ്സിങ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് കമ്മ്യൂണിറ്റി ഡിസ്ക്രിമിനേഷൻ. ദെൻ അവരുടെ പ്രോഗ്രാംസുകൾ അല്ലേ, അതുപോലെ തന്നെ 1935 വിഭജന തന്മയും ജാതിയുടെയും ഗോത്രങ്ങളുടെയും ഒരു പട്ടിക തന്നെ അവർ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റെ നടപടികൾ എന്തൊക്കെയാണ്? റിസർവേഷൻ സിസ്റ്റം, സംവരണം ഏർപ്പെടുത്തുന്നുണ്ടല്ലേ. SC ആൻഡ് ST വിഭാഗക്കാർക്ക് റിസർവേഷൻ ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിസർവേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ SC ആൻഡ് STs. ദെൻ നിയമനിർമ്മാണ സഭകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും ജോലികളിലും ഒക്കെ അവർക്ക് എന്തുണ്ട്, സംവരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷണൽ മേഖലയിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക. അതുപോലെ ആർട്ടിക്കിൾ 17 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എബോളിഷ്ഡ് അൺടച്ചബിലിറ്റി അല്ലേ, അയിത്തം അല്ലെങ്കിൽ അയിത്തം നിർത്തലാക്കിയ വർഷം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 17 ആണ്. എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കി ചെയ്തോളൂ. ദെൻ നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്, രാഷ്ട്രീയതര പ്രവർത്തനങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് പറയുന്നത്, സിവിൽ സൊസൈറ്റി. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ പഠിച്ചോ, ഇപ്പോൾ തന്നെ നോക്കി വെച്ചോ. ഡിഫൈൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി. അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഓരോ ടോപ്പിക്സുകളാണ് ഇതൊക്കെ. എന്തായാലും എസ്സേ ടൈപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും അല്ലേ, വെറും 8 എസ്സേ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്തായാലും നിങ്ങൾ ഈ എക്സാമിന് സോഷ്യോളജിയിൽ നിങ്ങൾ ഒരിക്കലും ഫെയിലായി പോകില്ല. മാത്രമല്ല ഈ നോട്ട്സ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലിങ്ക് ഇങ്ങനെ കാണാം. പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നോട്ട്സും PYക്കും അതുപോലെ ചാപ്റ്റർ സമ്മറിയും മൈക്രോ ബിറ്റ് വരെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചോളൂ. എസ്സേ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.